ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ചോറിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷായിട്ടാണ്. വഴുതനങ്ങ കൊണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വഴുതനങ്ങ റോസ്റ്റ് എന്നൊക്കെ പറയാം, അല്ല വഴുതനങ്ങ മുളകിട്ടതെന്നും പറയാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് വഴുതനങ്ങ ഞാൻ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തക്കാളി, പച്ചമുളക്, കറിവേപ്പില, സവാള, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി അത് മൊത്തം ചതച്ച് വെച്ചിരിക്കുകയായിരുന്നു. അപ്പം ഇതിനുവേണ്ടി ഞാനൊരു ചട്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ ചട്ടിയിലേക്ക് ഞാനൊരു 2.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് റെഡിയായി വരുന്ന സമയത്ത് ഞാൻ 1 ടീസ്പൂൺ കടുക് അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, കറിവേപ്പില ആദ്യം അതാണ്, പിന്നെ ഇട്ട് 2-ാം സെക്കൻഡ്. പിന്നെ സവാളയും തക്കാളിയും ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ഉപ്പ് ഒന്ന് വാടി പെട്ടെന്ന് കിട്ടാൻ വേണ്ടി, പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി കൂടി ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെക്കാം. പിന്നെ അതിലേക്ക് ഞാൻ കാശ്മീരി പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അതൊന്ന് പച്ചമണം മാറി കഴിയുമ്പോൾ അതിലേക്ക് വഴുതനങ്ങ ഇട്ട് കുറച്ച് വെള്ളം, അത് പുളിവെള്ളം ഒഴിക്കാമെങ്കിൽ ബെറ്റർ ആയിരിക്കും. പുളി കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പൊ ഞാൻ പുളിവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. നിങ്ങൾക്കും പച്ചവെള്ളമാണെങ്കിൽ പച്ചവെള്ളം ഒഴിക്കാം, ചൂടുവെള്ളം ഒഴിക്കാം, അല്ലെങ്കിൽ പുളിവെള്ളം ഒഴിക്കാം കേട്ടോ. അപ്പോൾ വഴുതനങ്ങ നല്ല ഉടഞ്ഞ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ പൊറോട്ട കൂടെ കഴിക്കാം. നല്ല ചെറിയൊരു സ്പൈസി ആയിട്ടുള്ള ഒരു വഴുതനങ്ങ റോസ്റ്റ് ആണത്. അപ്പൊ എല്ലാവരും മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്യണം. നല്ലതാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. നമുക്ക് കറിയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇത് വെച്ചിട്ട് പെട്ടെന്നൊരു കറി ഉണ്ടാക്കാം. പിന്നെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന്. അപ്പം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ ഇന്നത്തെ ഉച്ചക്ക് ചോറിന്റെ കൂടെ ഇതാണ്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.